ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കത്തി നിൽക്കുന്ന ഒരു ഐറ്റമാണ് ഞാൻ അവിടെ ഉണ്ടാകാൻ പോകണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസ്ക ബൺ അങ്ങനെ തന്നെയാണോ അത് പറയാൻ എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ആ ഐറ്റം ഉണ്ടാക്കാം. നിങ്ങൾക്ക് കാര്യം എന്തായാലും മനസ്സിലായില്ലേ, അത് മതി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നമ്മൾ ബട്ടറില്ലേ, നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇതാ മറ്റേതായാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ കുറച്ച് പണിയെടുക്കേണ്ടിയിരുന്നു. ഞാനിത് ഫ്രിഡ്ജിൽ നിർത്തോണ്ട് വരാം, അതുകൊണ്ട് ഞാൻ കുറച്ച് മെനക്കെട്ടിക്കണതൊന്ന് അലിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാന്നല്ലേ, നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മിൽക്ക് മെയ്ഡ് അരിക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മൾ ബട്ടർ ഇട്ടതിന് ശേഷം നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്ത പോലെ അങ്ങോട്ട് കമഴ്ത്തി വിടരുത്. നിങ്ങൾ അത്യാവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. എൻ്റെ ഇത് കണ്ടില്ലേ, നല്ല ലൂസായിട്ടുണ്ട്. ഇത്ര ലൂസ് വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മൾ വാനില എസൻസും ഒഴിച്ചു കൊടുക്കണം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. വാനിലയും കൂടെ ഒഴിച്ചപ്പോൾ എൻ്റെ തണ്ട് ശുഭമായിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഇത്ര ലൂസ് വേണ്ട. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മളെ ബണ്ണ് നമുക്ക് ടോസ്റ്റ് ചെയ്യണമെങ്കിൽ ടോസ്റ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് നിന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അടുപ്പ് കത്തിക്കണം. അടുപ്പ് കത്തിച്ച് വരുമ്പോഴത്തേന് എൻ്റെ ക്ഷമ അങ്ങോട്ട് കിടും, അതുകൊണ്ട് ഞാൻ അതിന് നിന്നിട്ടില്ല. അപ്പം നമ്മളെ ക്രീം ബണ്ണിൻ്റെ ഉള്ളിലേക്കാണ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നമ്മളെ ബണ്ണിൻ്റെ നടു കീറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നല്ലാണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ തന്നെ ഇത് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ത്വരായിരുന്നു. പക്ഷേ നമ്മളെ കുട്ടി അവിടെ ഇല്ലാത്ത കാരണം പീടികയ്ക്ക് ഞാൻ തന്നെ പോകണം. അപ്പോൾ കടയിൽ പോകാനുള്ള മടി കൊണ്ടാണ് ഇതിങ്ങനെ നീട്ടി വെച്ച് കൊണ്ടുവന്നത്. പക്ഷേ ഇന്ന് ഞാൻ പോയി മേടിച്ച് കൊണ്ടുവന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ ഈ ചായയിൽ മുക്കി ഇങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ സ്വർഗം കാണും എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. എന്താന്ന് വെച്ചാൽ ഷുഗർ ഉള്ളവർ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തൊരു സാധനം. അത്രയ്ക്കും മധുരമാണ് കേട്ടോ ഇത്. നമുക്ക് ഒരു പീസൊക്കെ കഴിക്കാൻ കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് മധുരം അധികം ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് വേഗം മത്താവും. അതുകൊണ്ട് ഞാൻ ഒരു പീസിൽ തന്നെ നിർത്തി. അപ്പോൾ അടിപൊളി സാധനമാണ്. നമ്മുടെ തുമ്മീനൊക്കെ വീട്ടിൽ നിന്ന് വിളിച്ച് കൊണ്ടുവന്ന് ഞാൻ കഴിപ്പിച്ചു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും ട്രൈ ചെയ്ത്